ഹായ്, ബിൻസി ഉണ്ട്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത് എല്ലാം തന്നെ ക്ലിയറൻസ് സെയിൽ വന്നിരിക്കുന്ന കുർത്തീസിന്റെ കളക്ഷൻസ് ആണ്. എല്ലാം നല്ല ഭംഗിയായിട്ട് വെയർ ചെയ്യാൻ പാകത്തിന് കേട്ടോ. കോട്ടണിലും ജോർജറ്റിലും എല്ലാം വരുന്ന കുർത്തീസ് ഉണ്ട്. കോട്ടൺ കുർത്തീസ് ഒക്കെ ഫസ്റ്റ് വാഷ് കളർ കാർഡ് യൂസ് ചെയ്തിട്ട് വാഷ് ചെയ്യുക, അതിന് ശേഷം നോർമൽ വാഷ് ചെയ്ത് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ ഗിവ് എ വിന്നേഴ്സിന്റെ കാര്യം കഴിഞ്ഞ ദിവസത്തെ കമന്റ് ബോക്സിൽ കമന്റ് കണ്ടിരുന്നു. നവംബറിൽ വിന്നറിന് കട്ട വെയിറ്റിംഗ് ആണെന്നുള്ള ഒരു മെസ്സേജ്, ഒരു കമന്റ് കണ്ടിരുന്നു. നവംബറിൽ വിന്നേഴ്സിനെ നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ട്. അത് നമ്മുടെ ഡിസംബറിലെ ഫസ്റ്റ് വീക്കിലെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അറിയാൻ പറ്റും കേട്ടോ. അതിൻ്റെ അകത്ത് നമ്മൾ വിന്നേഴ്സിനെ അനൗൺസ് ചെയ്തിട്ടുണ്ട്. അത് ഗിഫ്റ്റ് അയക്കുകയും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇനി നമ്മൾ എടുക്കാൻ പോകുന്നത് ഡിസംബർ മാസത്തെയാണ്. നമ്മൾ ഒക്ടോബറിൽ ഒരു ഡിലേ വന്നിട്ടുണ്ടായിരുന്നു. ഒക്ടോബറിലും നവംബറിലും നമ്മൾ ആ ഡിസംബർ ആ ഒരു ടൈമിൽ തന്നെയാണ്, ഡിസംബർ ഫസ്റ്റ് വീക്കിൽ തന്നെയാണ് അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഇനി വരുന്നത് ഡിസംബറിലെ ഗിവ് അവേ വിന്നേഴ്സിനെയാണ് കേട്ടോ. അത് നമ്മൾ അടുത്ത ദിവസം തന്നെ എന്തായാലും എടുക്കുന്നതാണ്. ഇപ്പൊ 31-ാം തീയതി വരെ ഉള്ള ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ സോർട്ട് ഔട്ട് ചെയ്തിട്ടാണ് വിന്നേഴ്സിനെ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ അതിന്റെ ഒരു ചെറിയ ഗ്യാപ്പ് മാത്രമായിട്ട് ഉണ്ടാവുള്ളൂ. അപ്പൊ ഇനി സമയം കളയാതെ നമുക്ക് കുർത്തീസ് ഓരോന്നായിട്ട് കാണാം. ഫസ്റ്റ് കുർത്തി വന്നിരിക്കുന്നത് കോട്ടണിലാണ് വന്നിരിക്കുന്നത്, പ്യുവർ കോട്ടണിലാണ്. ജയ്പൂർ കോട്ടൺ ആണ് മെറ്റീരിയൽ വന്നിരിക്കുന്നത്. ഇതുപോലെ വരും കേട്ടോ. കളർ വരുമ്പോഴത്തേക്കും നല്ലൊരു ഗ്രീൻ കളറിലാണ് വന്നിരിക്കുന്നത്. നെക്ക് യു വി പാറ്റേണിലാണ്. അതുപോലെ തന്നെ നല്ല ഹെവി ആയിട്ട് വന്നിരിക്കുന്ന, ഹെവി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ നെക്ക് ലൈനിലും അതുപോലെ തന്നെ ഇതിന്റെ ഒരു പൈപ്പിംഗ് ലൈനിലും ഒക്കെ വന്നിരിക്കുന്ന ആ ഒരു പോർഷനിലും മിറർ വർക്ക് കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. താഴേക്ക് വരുമ്പോൾ സ്ലിറ്റഡ് ആണ്, കോട്ടൺ ലൈനിങ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കളർ വരുമ്പോൾ ഒരു നല്ല ഗ്രീൻ ഷെയ്ഡാണ്. ബാക്ക് സൈഡ് ഇതുപോലെയാണ് വരുന്നത്. സ്ലീവ് വരുമ്പോൾ 3/4 ആണ്. സ്ലീവ് വിത്തൗട്ട് ലൈനിങ്ങിലാണ് വന്നിരിക്കുന്നത്. ഇതിന്റെ കൂടെ നമ്മൾ പെയർ ചെയ്യുന്ന ബോട്ടം വരുമ്പോഴത്തേക്കും പ്യുവർ കോട്ടൺ തന്നെയാണ് ബോട്ടം വന്നിരിക്കുന്നത്. ഇതുപോലെയാണ് വേസ്റ്റ് ലൈൻ ഇലാസ്റ്റിക് ആണ് കൊടുത്തിരിക്കുന്നത്. ഒരു സിക്സാഗിന്റെ ഒരു പാറ്റേൺ ആണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിന്റെ കൂടെ നമ്മൾ പെയർ ചെയ്യുന്ന ദുപ്പട്ടയും നല്ല ഭംഗിയാണ്. നല്ല ലെങ്ത്തും വിട്ടും ഒക്കെ ഉള്ള ദുപ്പട്ടയാണ് ഇതിന്റെ കൂടെ വന്നിരിക്കുന്നത്. ഇതുപോലെയാണ് ആ ഒരു സിക്സാഗിന്റെ ഒരു പ്രിന്റ് തന്നെയാണ്. അതുപോലെ തന്നെ നമ്മുടെ ടോപ്പിൽ വന്നിരിക്കുന്ന പ്രിന്റും കൂടിയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. ഇതുപോലെയാണ് നല്ല ലെങ്ത്തും വിട്ടും ഒക്കെ ഉള്ള ദുപ്പട്ട തന്നെയാണ് ഇതിന്റെ കൂടെ നമ്മൾ പെയർ ചെയ്തിരിക്കുന്നത്. സെയിം തന്നെയാണ് പ്രിന്റ് എല്ലാം. നമ്മുടെ ടോപ്പിന്റെയും ബോട്ടത്തിന്റെ ഒക്കെ കോമ്പിനേഷനിൽ വന്നിരിക്കുന്ന പ്രിന്റ് ആണ് ദുപ്പട്ടയിലും വന്നിരിക്കുന്നത്. ഇതിന്റെ ഫുൾ വ്യൂ വന്നിരിക്കുന്നത് ഇതുപോലെയാണ് കേട്ടോ. ഇതിന്റെ അകത്ത് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സൈസ് എന്ന് പറഞ്ഞാൽ മീഡിയം ലാർജും ആണ്. റേറ്റ് വന്നിരിക്കുന്നത് 899 മാത്രമേ ഉള്ളൂ കേട്ടോ. അതുപോലെ തന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞില്ല, നമ്മുടെ ഇന്നത്തെ വീഡിയോസിൽ നമ്മൾ കാണിക്കുന്ന ഐറ്റംസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മീഡിയം, ലാർജ്, എക്സൽ ഇത്രയും സൈസിൽ വരുന്ന ഐറ്റംസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നത് കേട്ടോ. XXL സൈസ് ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡഡ് അല്ല. അടുത്ത കുർത്തി വരുമ്പോഴത്തേക്കും ഇതും കോട്ടണിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. ഇതുപോലെയാണ് കേട്ടോ. ഈ ഓപ്പോഷനിൽ ഇതുപോലെ ഒരു സ്ലബ് സിൽക്കിന്റെ മെറ്റീരിയൽ കൊടുത്തിട്ട് അവിടെ മിറേഴ്സും കട്ട് ബീഡ്സും കൊടുത്തിട്ട് ഹൈലൈറ്റ് ചെയ്തിരിക്കുകയാണ്. ബോഡിയിലേക്ക് വരുമ്പോഴത്തേക്ക് അജ്രക് പ്രിന്റ് ആണ് കൊടുത്തിരിക്കുന്നത്. ഫുൾ ആയിട്ട് ബേസ് ബ്ലാക്ക് ആണ് കേട്ടോ. ബ്ലാക്കിന്റെ അകത്ത് അജ്രക് പ്രിന്റ് ആണ്. സ്ലിറ്റഡ് ആണ്, കോട്ടൺ ലൈനിങ് ഉണ്ട്. ബാക്ക് സൈഡ് ഇങ്ങനെയാണ്. അതുപോലെ തന്നെ സ്ലീവ് വരുമ്പോൾ 3/4 ആണ് വന്നിരിക്കുന്നത്. ഈ കുർത്തികൾക്ക് എല്ലാം തന്നെ ഒരു 46 ഇഞ്ച് ലെങ്ത് ഉണ്ട് കേട്ടോ. 46-47 ആ ഒരു ലെങ്ത് എല്ലാ കുർത്തീസിനും ഉണ്ട്. മിനിമം ലെങ്ത് ഇട്ടിട്ട് തന്നെയാണ് നമ്മളെല്ലാം സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ ഫുൾ വ്യൂ വന്നിരിക്കുന്നത് ഇതുപോലെയാണ്. ഇതിന്റെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സൈസ് എന്ന് പറഞ്ഞാൽ മീഡിയം, ലാർജും ആണ്. റേറ്റ് വന്നിരിക്കുന്നത് 499 ആണ് കേട്ടോ റേറ്റ് വന്നിരിക്കുന്നത്. അടുത്ത കുർത്തി വരുമ്പോൾ അടുത്തതും കോട്ടണിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. നല്ലൊരു പിങ്ക് ആണ് കേട്ടോ. നല്ല ഭംഗിയുള്ള ഒരു പിങ്ക് ആണ്. കുറച്ച് ഡാർക്ക് ആയിട്ട് നിൽക്കുന്ന പിങ്ക് ഷെയ്ഡാണ്. വീഡിയോയിൽ ചിലപ്പോൾ ബ്രൈറ്റ്നസ് കൂടുതലായിരിക്കും. അങ്ങനെയല്ല, ബ്രൈറ്റ്നസ് കൂടിയതല്ല, നല്ല ഭംഗിയുള്ള പിങ്ക് ആണ്. അതിൻ്റെ അകത്ത് വൈറ്റ് കളറിൽ വന്നിരിക്കുന്ന പ്രിന്റ് ആണ്. നെക്ക് യു വി ആണ്. ഈ ഓപ്പോഷനിലൊക്കെ ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുണ്ട്. സ്ലിറ്റഡ് ആണ്, കോട്ടൺ ലൈനിങ് ഉണ്ട്. സ്ലീവ് 3/4 ആണ് വന്നിരിക്കുന്നത്. ബാക്ക് സൈഡ് ഇങ്ങനെയാണ് കേട്ടോ. അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സൈസ് എന്ന് പറഞ്ഞാൽ മീഡിയം, എക്സലും ആണ്. റേറ്റ് വന്നിരിക്കുന്നത് 550 ആണ് കേട്ടോ. 550 ആണ്. അതും ഇൻസൈഡ് കേരളയാണ് നിങ്ങൾ പർച്ചേസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഫ്രീ ഷിപ്പിംഗ് ആണ്. ഇനി ഔട്ട്സൈഡ് കേരളയാണെങ്കിൽ നിങ്ങൾ 2-3 പീസ് പർച്ചേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫ്രീ ഷിപ്പിംഗിൽ തന്നെ ചെയ്തു തരുന്നതായിരിക്കും കേട്ടോ. അടുത്ത കുർത്തി വരുമ്പോഴത്തേക്കും നല്ലൊരു ജോർജറ്റ് മെറ്റീരിയലില് നല്ലൊരു യെല്ലോ ആണ് കേട്ടോ. ഹെൽത്തി യെല്ലോ കളറിൽ വന്നിരിക്കുന്ന കുർത്തിയാണ്. നെക്ക് വരുമ്പോഴത്തേക്കും ഇങ്ങനെ ഒരു അഫ്ഗാൻ കോളർ നെക്ക് പാറ്റേണിലാണ്. നെക്ക് ലൈൻ ഫുള്ളായിട്ട് കട്ട് ബീഡ്സിന്റെ വർക്കാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത്. താഴേക്ക് വരുമ്പോൾ ഇതുപോലെയാണ്. അത്യാവശ്യം നല്ല ഫ്ലെയറിലാണ്. ഇൻസൈഡ് പോർഷനിൽ ക്രേപ്പ് ലൈനിങ് കൊടുത്തിട്ടുണ്ട്. സ്ലീവ് വരുമ്പോൾ 3/4 ആണ്. സ്ലീവും വിത്ത് ലൈനിങ് തന്നെയാണ് കേട്ടോ. സ്ലീവിലും നല്ല ഹെവി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഹാൻഡ് വർക്ക് ഇതുപോലെ നല്ല ഹെവി ആയിട്ട് വന്നിരിക്കുന്ന ഹാൻഡ് വർക്ക് ആണ് കേട്ടോ. ബാക്ക് സൈഡ് എ ലൈൻ തന്നെയാണ്. നല്ല ഭംഗിയായിട്ട് പാർട്ടി വെയർ ആയിട്ട് തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ നല്ല ഹെവി ആയിട്ട് വന്നിരിക്കുന്ന മെറ്റീരിയൽ ആണ് കേട്ടോ. ഇതുപോലെയാണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മീഡിയം, ലാർജും ആണ്. റേറ്റ് വന്നിരിക്കുന്നത് 650 ആണ്. ഇത് നമ്മളൊരു 850 സെയിൽ ചെയ്തിരുന്ന ഐറ്റംസ് ആണ് 650 റേറ്റിൽ ഇപ്പൊ കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ. അടുത്ത കുർത്തി വരുമ്പോഴത്തേക്കും ഇതാണ് കേട്ടോ. കോട്ടൺ അജ്രക്കിൽ വന്നിരിക്കുന്ന പാനൽ കട്ട് ഫ്രോക്ക് ആണ് വന്നിരിക്കുന്നത്. നല്ല ഭംഗിയാണ്. ബേസ് കളർ ബ്ലാക്ക് ആണ്. ബ്ലാക്കിന്റെ അതൊരു ഓറഞ്ച് കളറിലൊക്കെ വന്നിരിക്കുന്ന അജ്രക്കിന്റെ പ്രിന്റ് ആണ്. പാനൽ കട്ട് ആണ് ഫുൾ ആയിട്ട് ചെയ്തിരിക്കുന്നത്.
നെക്ക് വരുമ്പോഴത്തേക്കും ഒരു വീനെക്കാണ്. നെക്ക് ലൈനിലൊക്കെ മിറർ വർക്കും കട്ട് ബീഡ്സിന്റെ വർക്കും കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിന്റെ യോക്ക് പോർഷൻ വരെ മാത്രമാണ് ലൈനിങ്, ബോഡി വിതൗട്ട് ലൈനിങ്ങിലാണ്. സ്ലീവ് 3/4 ആണ്. അതുപോലെ തന്നെ ഡോറീസ് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഷേപ്പിനനുസരിച്ച് ടൈ ചെയ്യാം കേട്ടോ. ഇങ്ങനെയാണ്. അപ്പോൾ ഇതിന്റെ അതും നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സൈസ് എന്ന് പറഞ്ഞാൽ മീഡിയം ആണ്. ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് 499 ആണ് കേട്ടോ. സിംഗിൾ പീസ് ആയിട്ടാണ് നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. റേറ്റ് 499 ആണ്. അടുത്ത കുർത്തി വരുമ്പോൾ ഇതൊക്കെ നല്ല ഭംഗിയായിട്ട് വന്ന കുർത്തീസ് ആണ് കേട്ടോ. ഇതിന്റെയൊക്കെ നമുക്ക് സിംഗിൾ പീസ് ആണ്. അതും ഇതിലൊക്കെ തന്നെ ചെറിയ സൈസാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. നിങ്ങൾ എല്ലാവരും ഒരുപാട് എൻക്വയറി ചെയ്തിരുന്ന ഒരു ഐറ്റം ആണ് ഇത്. നമുക്ക് ഒരുപാട് സെയിൽ നടന്നിരുന്ന ഒരു ഐറ്റം ആണ്. ഇതിൻ്റെ അകത്ത് ഈ ഒരു സിംഗിൾ പീസ് മാത്രമേ ഉള്ളൂ. അതും ചെറിയ സൈസിൽ തന്നെയാണ്. അജ്രക്കിന്റെ പ്രിന്റ് വരുന്ന കോട്ടൺ കുർത്തിയാണ്. കുഞ്ഞു കുഞ്ഞു പ്രിന്റ് ആണ് കേട്ടോ. നല്ല ഭംഗിയുള്ള പ്രിന്റ് ആണ്. നെക്ക് യൂനെക്കാണ് വന്നിരിക്കുന്നത്. യോക്ക് പോർഷനിലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഹാൻഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. സ്ലീവ് വരുമ്പോൾ ഇതുപോലെ ഫുൾ സ്ലീവ് ആണ് വന്നിരിക്കുന്നത്. സ്ലീവിന്റെ എൻ പോർഷനിലും നല്ല ഭംഗിയായിട്ട് വന്നിരിക്കുന്ന ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എ ലൈൻ പാറ്റേണിലാണ് വന്നിരിക്കുന്നത്. എ ലൈൻ എന്ന് പറഞ്ഞാൽ ഇതൊരു 3 പാനൽസ് ആയിട്ടാണ് കേട്ടോ. ഇവിടെ ഇങ്ങനെ ഒരു പാനൽ, ഇവിടെ ഒരു പാനൽ, ഇങ്ങനെ 3 പാനൽസ് ആയിട്ട് വന്നിരിക്കുന്ന ഒരു കുർത്തിയാണ്. ഫ്രണ്ട് പോർഷനിൽ ബാക്ക് സൈഡ് എ ലൈൻ ആണ്. ഇൻസൈഡ് പോർഷനിൽ കോട്ടൺ ലൈനിങ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇതിന്റെ ഫുൾ വ്യൂ വന്നിരിക്കുന്നത് ഇതുപോലെയാണ്. ഇതിൻ്റെ അകത്ത് നമുക്ക് അവൈലബിൾ ആയിട്ട് ഇപ്പോൾ ഉള്ള സൈസ് എന്ന് പറഞ്ഞാൽ മീഡിയം ആണ് കേട്ടോ. റേറ്റ് വന്നിരിക്കുന്നത് ഒരു മിനിറ്റ്, ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് 699 ആണ് റേറ്റ് വന്നിരിക്കുന്നത്. ഇത് നമ്മൾ സെയിൽ ചെയ്തത് 930 ആയിരുന്നു കേട്ടോ. 930 റുപ്പീസിനാണ് ഇത് നമ്മൾ സെയിൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. നല്ല ഡിമാൻഡ് ഉണ്ടായിരുന്ന ഒരു ഐറ്റം ആണ്. നമുക്ക് ഇതിന്റെ ഇപ്പൊ സിംഗിൾ പീസ് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്ത കുർത്തി വരുമ്പോഴത്തേക്കും ടോപ്പ് ബോട്ടം സെറ്റ് ആണ്. ഇതുപോലെയാണ് കേട്ടോ വന്നിരിക്കുന്നത്. ഹാൻഡ് വർക്ക് ചെയ്ത് ടോപ്പ് ബോട്ടം സെറ്റ് ആണ്. കളർ വരുമ്പോൾ പീച്ചാണ്. പീച്ച് വീഡിയോയിൽ എപ്പോഴും നല്ല ബ്രൈറ്റ്നസ് ആയിരിക്കും കേട്ടോ. അത്രയും ബ്രൈറ്റ്നസ് ഉണ്ടാവില്ല വീഡിയോയിൽ കാണുന്നതിനേക്കാളും ലൈറ്റ് ആയിട്ട് നിൽക്കുന്ന ഷെയ്ഡാണ്. വീഡിയോയിൽ വരുമ്പോൾ ഈ കളറൊക്കെ കുറച്ച് അധികം തെളിഞ്ഞേ വരുള്ളൂ. നമുക്കത് ഈ ലൈറ്റിന്റെ ഒക്കെ ആ ഒരു ഇതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. അങ്ങനെയല്ല, നല്ല ഭംഗിയായിട്ട് തന്നെ ഇരിക്കുന്ന കളറാണ്. യോക്ക് പോർഷനിലേക്ക് ഒലീവ് ഗ്രീൻ ആണ് കളർ വന്നിരിക്കുന്നത്. ഹാൻഡ് വർക്ക് ഒക്കെ കൊടുത്തിട്ടുണ്ട്. സ്ലീറ്റഡ് ആയിട്ട് വരുന്ന കുർത്തിയാണ്. വിത്ത് ലൈനിങ് ആണ്. സ്ലീവ് 3/4, സ്ലീവിന്റെ എൻ പോർഷനിലും ആ ഒരു പാച്ച് വർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. ബാക്ക് സൈഡ് ഇതുപോലെയാണ്. കോട്ടൺ സ്ലബ് ആണ് മെറ്റീരിയൽ വന്നിരിക്കുന്നത്. ബോട്ടം വരുമ്പോഴത്തേക്കും ബോട്ടം സ്ലബ് സിൽക്കിൽ തന്നെ വന്നിരിക്കുന്ന നോർമൽ ബോട്ടം തന്നെയാണ് ഇതിൻ്റെ അകത്തും കൊടുത്തിരിക്കുന്നത്. വേസ്റ്റ് ലൈൻ ഇലാസ്റ്റിക് ആണ് കൊടുത്തിരിക്കുന്നത്. ലൂസ് ബോട്ടം കൺസെപ്റ്റിലാണ് വന്നിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ ഫുൾ വ്യൂ ഇതുപോലെയാണ് കേട്ടോ. ഇതിൻ്റെ അകത്ത് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സൈസ് എന്ന് പറഞ്ഞാൽ മീഡിയം ലാർജും ആണ്. റേറ്റ് വന്നിരിക്കുന്നത് 550. ടോപ്പ് ബോട്ടം സെറ്റിന്റെ റേറ്റ് വന്നിരിക്കുന്നത് 550, 550 മാത്രമേ ഉള്ളൂ കേട്ടോ. ഇതും നിങ്ങൾ ഇൻസൈഡ് കേരളയാണ് പർച്ചേസ് ചെയ്യണമെങ്കിൽ ഫ്രീ ഷിപ്പിംഗിൽ തന്നെ ആയിരിക്കും. അടുത്ത കുർത്തി വരുമ്പോഴത്തേക്കും കോട്ടണിലാണ് വന്നിരിക്കുന്നത്. ഇതുപോലെയാണ്. എ ലൈനിൽ വന്നിരിക്കുന്ന ഒരു കുർത്തിയാണ്. കളർ വരുമ്പോഴത്തേക്കും ഒലീവ് ഗ്രീൻ ആണ് കളർ വന്നിരിക്കുന്നത്. നല്ല പ്രിന്റഡ് ആയിട്ട് വന്നിരിക്കുന്ന കുർത്തിയുണ്ട്. കാന്ത കോട്ടൺ ആണ് മെറ്റീരിയൽ. നെക്ക് വരുമ്പോൾ ഇതുപോലെ ഒരു ഷർട്ടിന്റെ കോളർ നെക്കാണ്. നെക്കിന്റെ ഈ ഒരു പോർഷനിലൊക്കെ നെറ്റിന്റെ വർക്ക്, കട്ട് വർക്ക് ചെയ്തിരിക്കുന്ന നെറ്റിന്റെ വർക്കാണ്. താഴേക്ക് വരുമ്പോൾ എ ലൈനിൽ വന്നിട്ട് കോട്ടൺ ലൈനിങ് കൊടുത്തിട്ടുണ്ട്. സ്ലീവ് 3/4 ആണ് വന്നിരിക്കുന്നത്. ബാക്ക് സൈഡ് ഇങ്ങനെയാണ്. ഇതിന്റെ എല്ലാ കുർത്തീസിനും, നമ്മുടെ എല്ലാ കുർത്തീസിനും ഒരു 46-47 ഇഞ്ചോളം ലെങ്ത് ഉണ്ട് കേട്ടോ. അപ്പൊ ഇതിന്റെ ഫുൾ വ്യൂ ഇതുപോലെയാണ്. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സൈസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മീഡിയം ആണ്. റേറ്റ് വന്നിരിക്കുന്നത് 450 ആണ് കേട്ടോ. 450 ആണ്. ഇതിന്റെ തന്നെ ഒരു കളർ ചേഞ്ചും കൂടി നമുക്ക് അവൈലബിൾ ആണ്. അടുത്ത കളർ വരുമ്പോഴത്തേക്കും ബ്ലാക്ക് ആണ് കളർ വന്നിരിക്കുന്നത്. ഇതെല്ലാം സിംഗിൾ പീസ് മാത്രമാണ് കേട്ടോ അവൈലബിൾ ആയിട്ടുള്ളത്. ഇതിലൊന്നും ഒരുപാട് ക്വാണ്ടിറ്റീസ് ഇല്ല. അപ്പൊ നിങ്ങൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ബുക്ക് ചെയ്തോളൂ കേട്ടോ. ഇത് ഇതുപോലെയാണ് വന്നിരിക്കുന്നത്. ബ്ലാക്ക് ആണെന്ന് മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാ ഫീച്ചേഴ്സും സെയിം തന്നെയാണ് വന്നിരിക്കുന്നത്. ഇതിന്റെ ഫുൾ വ്യൂ ഇതുപോലെയാണ് കേട്ടോ. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സൈസ് പറഞ്ഞാൽ മീഡിയം ആണ്. റേറ്റ് 450, 450 ആണ്. നല്ല ഭംഗിയായിട്ട് തന്നെ റെഗുലർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പാത്രമാണ്. അതും ഫസ്റ്റ് വാഷ് കളർ കാർഡ് യൂസ് ചെയ്തിട്ട് വാഷ് ചെയ്യണം കേട്ടോ. അതിന് ശേഷം നോർമൽ വാഷ് ചെയ്ത് യൂസ് ചെയ്യാം. അടുത്ത കുർത്തി വരുമ്പോഴത്തേക്കും നമ്മുടെ ഹെക്കോബ കുർത്തിയാണ്. എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമുള്ള ഒരു കുർത്തി തന്നെയാണ് കേട്ടോ. ഹെക്കോബ കോട്ടണിൽ വന്നിരിക്കുന്ന ഹെക്കോബ കുർത്തിയാണ്. കളർ വരുമ്പോഴത്തേക്കും ബ്ലാക്ക് ആണ് വന്നിരിക്കുന്നത്. ഫ്രണ്ട് പോർഷനിൽ പാനൽ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. ഇതുപോലെ പാനൽസ് ആണ് ഫ്രണ്ട് പോർഷനിൽ വന്നിരിക്കുന്നത്. അപ് ടു ഡൗൺ വരെയുള്ള പാനൽസ് ആണ്. നെക്ക് ഹൈനെക്ക് ആണ്. സെന്ററിൽ പടി വന്നിട്ട് ബട്ടൺ വർക്ക് ഉണ്ട്. ഫ്രണ്ട് പോർഷനിൽ മാത്രം സ്ലിറ്റ് ഉണ്ട്. ബാക്കിയെല്ലാം എ ലൈനിലാണ് കേട്ടോ. അതുപോലെ തന്നെ സ്ലീവ് വരുമ്പോൾ ഇതുപോലെ ഇങ്ങനെ ഒരു ഷോർട്ട് സ്ലീവ് ആണ് വന്നിരിക്കുന്നത്. പഫ് ഒക്കെ വന്നിരിക്കുന്ന ഒരു ഷോർട്ട് സ്ലീവ് ആണ്. ഇങ്ങനത്തെ ഒരു ഡിഫറെന്റ് ആയിട്ട് നിൽക്കുന്ന സ്ലീവ് ആണ് ഇതിൽ വന്നിരിക്കുന്നത്. ബാക്ക് സൈഡ് ഇതുപോലെയാണ്. കോട്ടൺ ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇതാണ് കേട്ടോ. നല്ല ഭംഗിയായിട്ട് ഫ്രോക്ക് ആയിട്ട് തന്നെ നമുക്ക് വെയർ ചെയ്യാൻ പാത്രമാണ് വന്നിരിക്കുന്നത്. ഇതിന്റെ ഫുൾ വ്യൂ ഇതുപോലെയാണ് വരുന്നത്. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സൈസ് പറഞ്ഞാൽ മീഡിയം ലാർജ് എക്സലും ആണ്. റേറ്റ് വരുന്നിരിക്കുന്നത് 550, 550 ആണ് കേട്ടോ.
നല്ല ഭംഗിയുള്ള ഹെക്കോബയുടെയൊക്കെ റേറ്റ് എന്ന് പറയുമ്പോൾ നല്ല റേറ്റ് കൂടിയ ഐറ്റംസ് ആണ്. അതെല്ലാം ഇപ്പൊ നമ്മൾ ബഡ്ജറ്റ് റേറ്റിലാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അടുത്തത് വരുമ്പോൾ റാണി പിങ്ക് ആണ് കളർ വന്നിരിക്കുന്നത്. സെയിം തന്നെയാണ് ഫീച്ചേഴ്സ് എല്ലാം വന്നിരിക്കുന്നത്. ഈ ഒരു പാനൽസ് ഒക്കെ ഇട്ടിട്ടാണ് ആ ഒരു സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇതിന്റെയും ഫുൾ വ്യൂ ഇതുപോലെയാണ് വരുന്നത്. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മീഡിയം ആണ് കേട്ടോ. റേറ്റ് വന്നിരിക്കുന്നത് 550 550 ആണ്. ഇതിന്റെ തന്നെ ഒരു കളർ ചേഞ്ച് കൂടി നമുക്ക് അവൈലബിൾ ആണ്. അടുത്ത കളർ വരുന്നത് മെറൂൺ ആണ് കേട്ടോ. നല്ല ഭംഗിയുള്ള മെറൂൺ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത്. ചിലപ്പോൾ നമ്മളിത് നോർമൽ ഓർഡർ എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ആർക്കെങ്കിലും എടുത്ത് സോൾഡ് ഔട്ട് പറഞ്ഞിട്ടുണ്ടാവും. അത് കഴിഞ്ഞ് റീസ്റ്റോക്ക് വന്ന ഐറ്റംസ് ആണ് കേട്ടോ ഇതൊക്കെ. അപ്പൊ അതിൻ്റെ അകത്തൊക്കെ വരുന്ന സിംഗിൾ പീസ് ആയിട്ടിരിക്കുന്ന ഐറ്റംസ് ആണ് നമ്മളിപ്പോൾ ഈ ക്ലിയറൻസിൽ കൊണ്ടുവരുന്നത്. അപ്പോൾ ഇതിന്റെ ഫുൾ വ്യൂ ഇതുപോലെയാണ് കേട്ടോ. ഫീച്ചേഴ്സ് എല്ലാം നമ്മൾ ആദ്യം പറഞ്ഞ സെയിം തന്നെയാണ്. ഇതിൻ്റെ അകത്ത് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സൈസ് എന്ന് പറഞ്ഞാൽ ലാർജ് ആണ്. റേറ്റ് വന്നിരിക്കുന്നത് 550 550 ആണ് കേട്ടോ. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിച്ചത് എല്ലാം കോട്ടണിലും അതുപോലെ ജോർജറ്റിലൊക്കെ വരുന്ന കുർത്തീസാണ്. നല്ല ഭംഗിയുള്ള കുർത്തീസാണ്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ വാട്സപ്പ് ത്രൂ ഓർഡേഴ്സ് പ്ലേസ് ചെയ്യാവുന്ന കേട്ടോ. ഇഷ്ടപ്പെടുന്ന ഐറ്റത്തിന്റെ സ്ക്രീൻഷോട്ടും സൈസും സ്ഥലവും കൂടി. നേരത്തെ നിങ്ങൾ മെസ്സേജ് അയച്ചതാണ്, ഞങ്ങളുടെ സൈസ് അയച്ചതാണെന്ന് പറഞ്ഞാലും ഇപ്പോൾ നിങ്ങൾ ഓർഡർ കൊടുക്കുമ്പോഴും ആ സൈസ് ഒന്നും കൂടി മെസ്സേജ് ചെയ്യണം കേട്ടോ. കാരണം വെച്ചാൽ ബാക്കിൽ പോയി പിന്നെ ഫുള്ള് നമ്മൾ ആ ഒരു ചാറ്റ് ഫുള്ള് സെർച്ച് ചെയ്ത് വന്നേലും ഈസിയാണ്. നമ്മളിപ്പോൾ ഇടുന്ന ഐറ്റംസിന്റെ കൂടെ തന്നെ അതിന്റെ സൈസും കൂടി പറയുകയാണെങ്കിൽ. അതുകൊണ്ടാണ്. അപ്പൊ ഇഷ്ടപ്പെടുന്ന ഐറ്റത്തിന്റെ സ്ക്രീൻഷോട്ട് എടുക്കുക, സൈസും സ്ഥലവും കൂടി ഒരുമിച്ച് തന്നെ മെസ്സേജ് ചെയ്യാം കേട്ടോ. അപ്പൊ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. താങ്ക് യു.